ജിരിക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ചത് രണ്ടുപേരുടെയും നോട്ടമാണ്. ആ നോട്ടം നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഈ അവിഹിത ബന്ധത്തിലേക്ക് എത്തുമായിരുന്നില്ല. ഈ കണ്ണ് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഹറാമിലേക്ക് എത്തുമായിരുന്നില്ല. ക്ലാരിറ്റി കുറവ്, ഹറാമിലേക്ക് എത്തുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ, ഹറാമിലേക്ക് പോവാതിരിക്കാൻ, വ്യഭിചാരത്തിലേക്ക് പോവാതിരിക്കാൻ, ലാ തഖ്റബുസ് സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ലോ പറഞ്ഞത്. വ്യഭിചരിക്കരുത് എന്നല്ലല്ലോ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. അടുക്കരുത് എന്ന് പറഞ്ഞാൽ നോട്ടം വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുകയാണ്. നോട്ടം തന്നെ ഒഴിവാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. ആ നോട്ടം ഒഴിവാക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തന്നത് പ്രായപൂർത്തിയെത്തിയാൽ, നിങ്ങളുടെ പഠനം കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണം. വഅഹ്സനുലിൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ ഹറാമിൽ പോവാതിരിക്കാനും അത് ഏറ്റവും നല്ലതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇത് ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞതാണ്. അതോ ചെറുപ്പക്കാർ പ്രായപൂർത്തിയെത്തിയാൽ പിന്നെ അവരോട് അഭിസംബോധന ചെയ്യേണ്ടത്. പ്രായപൂർത്തിയെത്തിയ പിന്നെ ഉമ്മയോട് ഉപ്പയോടല്ല പറയേണ്ടത്. ഒരാൾക്ക് 15-16 വയസ്സായി പ്രായപൂർത്തിയെത്തിയ പിന്നെ ഇസ്ലാം അഭിസംബോധന ചെയ്യുക അയാളോടാണ്, അയാളുടെ ഉപ്പയോട് ഉമ്മയോടല്ല. പക്ഷെ അയാൾക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു അഭിവാദ്യമുണ്ട്, ഒരു അഭിസംബോധന ഉണ്ട്. അതാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. മൻ വുലിദ ലഹു മൗലൂദുൻ, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബ, നല്ല പേരിട്ട് കൊടുക്കണം, നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടിയുണ്ടായാൽ, കല്യാണം കഴിഞ്ഞു മക്കളുണ്ടായാൽ ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബ, നല്ല പേരിട്ട് കൊടുക്കുക. മോഡേൺ പേരുകളല്ല, മോഡേൺ നാമങ്ങളല്ല, നല്ല പേരിട്ട് കൊടുക്കുക. എങ്ങനെയാണ് നല്ല പേര് തീരുമാനിക്കുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച, ചരിത്രങ്ങളിൽ നിന്ന് പഠിച്ച മഹാന്മാരായ ഒരുപാട് റോൾ മോഡലുകൾ ഉണ്ടാകും. അവരുടെ പേര് നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കുക. പേരിൽ ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. നല്ല പേരിട്ടവന് അവൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണോ അതിനനുസരിച്ചാണ് അവൻ്റെ സ്വഭാവം മാറുന്നത്. മോശപ്പെട്ട പേര് നൽകിയാൽ അതിനനുസരിച്ചാണ് അവൻ്റെ സ്വഭാവം മാറുന്നത്. അതുകൊണ്ട് ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബ, നല്ല പേരിട്ട് കൊടുക്കണം. വഅദബ, സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് സംസ്കാരം? അദ്ദിബു ഔലാദകും അലാ സലാസത്തി ഖിസാൽ, 3 കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സംസ്കാരം 3 എണ്ണമാണ്. 3 സംസ്കാരം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഏതാണ് ആ 3 സംസ്കാരം എന്നറിയോ? 1, ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഉമ്മമാര് പറയണം. മദ്രസയിൽ നിന്ന് പറഞ്ഞാൽ പോരാ, മദ്രസയിൽ നിന്ന് കേട്ടാലോ പഠിച്ചാലോ പോരാ. മാതാപിതാക്കളെ, ഉമ്മമാരെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ. 1ാമത്തെ സംസ്കാരം, 1ാമത്തെ അദബാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. 2, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം. സയ്യിദന്മാരെ, അഹ്ലുബൈത്തിനെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം. മൂന്നാമത് പറഞ്ഞത് എന്താണ്? മൂന്നാമത് പറഞ്ഞത് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന്, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പോൾ ആദ്യം പറഞ്ഞ ഹദീസ്, മൻ വുലിദ ലഹു മൗലൂദുൻ, ഒരു കുട്ടിയുണ്ടായാൽ, ഇത് ഉമ്മമാരോട് ഉപ്പമാരോട് പറയുന്ന അഭിസംബോധനയാണ്. ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് പറയുന്ന അഭിസംബോധനയാണ്. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഉമ്മമാരെ, നിങ്ങൾക്കൊരു മക്കളുണ്ടായാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല പേരിട്ട് കൊടുക്കണം, നല്ല അച്ചടക്കമുള്ള പേര്. പിന്നെയോ അവർക്ക് സംസ്കാരം പഠിപ്പിക്കണം. എന്താണ് സംസ്കാരം? 1, നബിയെ സ്നേഹിക്കാൻ. 2, നബി തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ. 3, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ. ഇത് കഴിഞ്ഞാലോ ഏതുവരെയാണ് സംസ്കാരം പഠിപ്പിക്കേണ്ടത്? പ്രായപൂർത്തി എത്തുന്നത് വരെ സംസ്കാരം പഠിപ്പിക്കണം. പ്രായപൂർത്തി എത്തുന്നത് വരെ, ആണുങ്ങളാണെങ്കിൽ ഒരു 16 വയസ്സ് വരെ, പെണ്ണുങ്ങളാണെങ്കിൽ ഒരു 13 വയസ്സ് വരെ, പ്രായപൂർത്തി എത്തുന്നത് വരെ സംസ്കാരം, അദബ് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഉമ്മമാരുടെ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി പ്രായപൂർത്തി എത്തിയാൽ ഉമ്മമാരുടെ ബാധ്യത കഴിഞ്ഞിട്ടില്ല.
ഉമ്മമാരുടെ ദൗത്യം അസ്തമിച്ചിട്ടില്ല. ഉമ്മമാരോട് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, പ്രായപൂർത്തിയെത്തിയാൽ ഒരു പെണ്ണിന് 15 വയസ്സ് കഴിഞ്ഞാൽ, ഒരു ആണിന് 18 വയസ്സ് കഴിഞ്ഞാൽ, അഥവാ പഠനം കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പഠനം പൂർത്തിയായാൽ പിന്നെ കല്യാണത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കണം. പ്രായപൂർത്തിയെത്തി, കല്യാണത്തിന്റെ സമയമായി. ഒരു പെണ്ണിന് 16, ഒരു ആണിന് 22, ഒരു പെണ്ണിന് 18 വയസ്സ്. ഇന്ത്യ ഗവൺമെന്റിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സർക്കാരിന്റെ നിയമപ്രകാരം ഒരു പെണ്ണിന് 18 വയസ്സായി, ഒരു ആണിന് 22 വയസ്സായി. ഉമ്മമാരോ ഉപ്പമാരോ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറായില്ല, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചില്ല, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയില്ല. ആ പെണ്ണോ ആ ആണോ തെറ്റ് ചെയ്താൽ, ആ പെണ്ണ് തന്റെ ക്ലാസ്മേറ്റിനോട് ചാറ്റ് ചെയ്താൽ, തന്റെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളോട് ചാറ്റ് ചെയ്താൽ, തന്റെ നാട്ടുകാരോട്, തന്റെ കാമുകന്മാരോട് പെണ്ണ് ചാറ്റ് ചെയ്താൽ, അതുപോലെ 22കാരനായ ചെറുപ്പക്കാരൻ തന്റെ കാമുകിമാരോട് സംസാരിച്ചാൽ, വീഡിയോ കോൺഫറൻസ് നടത്തിയാൽ, ഫോട്ടോകൾ കൈമാറിയാൽ, അവരുടെ കൂടെ കറങ്ങാനും നടക്കാനും സഞ്ചരിക്കാനും ജ്യൂസ് കുടിക്കാനും സിനിമ കാണാനും വേണ്ടി അവർ രണ്ടുപേരും പോവാൻ തുടങ്ങിയാൽ, ആ മക്കൾ ചെയ്യുന്ന തെറ്റ് ആ മാതാപിതാക്കളുടെ ഏടിലും അല്ലാഹു കുറിച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത് ഉപ്പമാരുമ്മമാരൊക്കെ ശ്രദ്ധിച്ചോ? പ്രായപൂർത്തിയെത്തി. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം 18 വയസ്സുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിനെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാതെ, ആ പെണ്ണിനോട് കല്യാണത്തിന് നിർബന്ധിക്കാതിരുന്നാൽ, കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ, 22കാരനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനും കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളെ, അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള പ്രോത്സാഹനങ്ങൾ മാതാപിതാക്കൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ, ഈ മക്കള് വ്യഭിചരിച്ചാൽ, ഈ മക്കള് ചാറ്റ് ചെയ്താൽ, ഈ മക്കൾ അവിഹിത ബന്ധങ്ങളിലേക്ക് പോയാൽ, ഹറാമായ നോട്ടങ്ങള്, ഹറാമായ സംസാരങ്ങള്, ഹറാമായ ചാറ്റിങ്ങുകൾ ഇവരിൽ നിന്നുണ്ടായാൽ, അവർക്കുമുണ്ട് ഹറാമായ ആയിരക്കണക്കിന് തിന്മകൾ അവരുടെ ഏടുകളിൽ എഴുതുന്നതോടൊപ്പം അവരുടെ മാതാപിതാക്കളുടെ ഏടിലും അള്ളാഹു എഴുതി വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളുടെ കടമയാണ് വേഗം കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത്. ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. മാഷാ അല്ലാഹ്, കല്യാണം കഴിപ്പിക്കാനുള്ള വേദകൾ വളരെ കുറവാണ്. നിസ്കരിക്കാൻ പറയും, നിങ്ങൾ കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലെന്ന് എന്നൊക്കെ അല്ലാതെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേദ കുറവാണ്. കല്യാണം വേഗം കഴിച്ചാൽ ഒരു പിടി അവിഹിത ബന്ധങ്ങളൊക്കെ ഒഴിവാക്കാം. എത്ര കൂസലില്ലാതെ, എത്ര നിസ്സാരായിട്ടാണ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത്. കള്ളും കുടിച്ച് കണ്ടവൻ്റെ കൂടെ രാത്രി ചെലവഴിച്ച കഥകളൊക്കെ ഫേസ്ബുക്കിൽ പറയാൻ പല പെണ്ണുങ്ങളും. ഇതൊരു മോശമാണ്. ഉളുപ്പ് എന്നൊരു സംഭവം വേണ്ടേ പെണ്ണുങ്ങൾക്ക്? അല്ലാഹു പറഞ്ഞല്ലോ, പരിശുദ്ധമായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിന്റെ അന്ത്യനാളിന്റെ സൂചനകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ, ഇദാ കാന ആഖിറുസ്സമാൻ, അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക്, ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എടുത്തു എത്തിക്കഴിഞ്ഞാൽ 4 കാര്യങ്ങളെ അള്ളാഹു ആകാശലോകങ്ങളിലേക്ക് ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 1, യർഫഉല്ലാഹുൽ ബർകത മിനൽ അർളി, ഭൂമിയിൽ ബർക്കത്തുണ്ടാവൂല, മനുഷ്യന്മാർക്ക് കാരുണ്യം ഉണ്ടാവൂല. അതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, പെണ്ണുങ്ങളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ആകാശലോകങ്ങളിലേക്ക് ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ലജ്ജയുണ്ടാവൂല. അപ്പോഴാണ് കള്ളു കുടിച്ച കഥകൾ പറയുന്നത്, അപ്പോഴാണ് വ്യഭിചരിച്ച കഥകൾ പറയുന്നത്, കാമുകന്റെ കൂടെ രാത്രി ചെലവഴിച്ച കഥകളൊക്കെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് ലജ്ജ, നാണം അല്ലാഹു ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തിയപ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരോടും പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ഹബീബായ പരിശുദ്ധ ദീൻ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുണ്ടല്ലോ, ആ ദീൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്,
ആ ദീൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ അവിഹിത ബന്ധങ്ങൾ നടക്കാൻ പാടില്ല, ഇവിടെ വ്യഭിചാരങ്ങൾ നടക്കാൻ പാടില്ല, ഇവിടെ തോന്നിവാസങ്ങൾ നടക്കാൻ പാടില്ല. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതത്തോടെ നാട് വിട്ടു പോവുകയാണ്. മക്കക്കാർ ആട്ടിയോടിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ, കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ, കുടുംബബന്ധം പുലർത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഒരാളെയും ആക്രമിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മക്കക്കാരായ കിങ്കരന്മാരായ ധിക്കാരികളായ മുശ്രിക്കീങ്ങളൊക്കെ അവരെ ആട്ടി ഓടിക്കുകയാണ്, ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. അപ്പോഴാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ നേരെ നജ്ജാശി രാജാവിന്റെ സമീപത്തേക്ക് ചെല്ലുന്നത്. നജ്ജാശി രാജാവ് അവരെ കൈ നീട്ടി സ്വീകരിക്കുകയാണ്. മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചവരാണ്, മക്കയിൽ നിന്ന് ഓടിച്ചു വിട്ടതാണ്, അടിച്ചു വിട്ടതാണ്. നജാഷി രാജാവ് കൈയും നീട്ടി സ്വീകരിച്ചു. സ്വസ്ഥമായി, സ്വതന്ത്രമായി, വേദനയില്ലാതെ, പ്രയാസമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സമ്മതം നൽകിയപ്പോഴാണ് മക്കയിൽ നിന്ന് ഒരു കൂട്ടം മുശ്രിക്കീങ്ങളായ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി നജാഷിയുടെ സമീപത്തേക്ക് വരുന്നത്. നജാഷിയോട് പറഞ്ഞു, നജാഷി രാജാവേ, ഇവര് സാമൂഹിക ദ്രോഹികളാണ്, നമ്മുടെ നാട്ടിലെ കുഴപ്പക്കാരാണ്, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണ്, ഇവരെ ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണം, ഇവരെ ഇവിടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് മഹാനായ നജ്ജാശി രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ വിളിക്കുകയാണ്. നിങ്ങളിൽ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ മതമെന്ത് എന്ന് പഠിപ്പിക്കാനും പ്രഭാഷണം നടത്താനും വിളിച്ചപ്പോ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നജ്ജാശി രാജാവേ, ഞങ്ങൾ വ്യഭിചരിക്കുന്നവരായിരുന്നു. ഞങ്ങളോടൊരു നബി പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ട് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ആട്ടി ഓടിച്ചതാണ്. ഞങ്ങൾ കള്ളു കുടിക്കുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ആട്ടി ഓടിച്ചതാണ്. പലിശ തിന്നുമായിരുന്നു, യുദ്ധം ചെയ്യുമായിരുന്നു, കുടുംബബന്ധം മുറിക്കുന്ന ആളുകളായിരുന്നു. സ്വന്തം ജ്യേഷ്ഠന്മാരോട്, സ്വന്തം മനുഷ്യന്മാരോട് വരെ യുദ്ധം ചെയ്യുന്ന ആളുകളായിരുന്നു ഞങ്ങള്. യുദ്ധം ചെയ്യാൻ ആരെയും കിട്ടിയില്ലെങ്കിലോ, യുദ്ധം ചെയ്യാൻ രണാങ്കണത്തിലിറങ്ങി ധീരമായി പോരാടാനും യുദ്ധം ചെയ്യാനും ആരെയും കിട്ടില്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു, സ്വന്തം മനുഷ്യന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു. എന്നിട്ട് ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്യുമായിരുന്നു ഞങ്ങള്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ കുടുംബബന്ധം പുലർത്തണമെന്ന് പറഞ്ഞത്. അങ്ങനെ കുടുംബബന്ധം പുലർത്തിയതിന്റെ പേരിലാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചത് എന്ന് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് നജാശി രാജാവ് മക്കയിൽ നിന്ന് വന്ന ശത്രുക്കളെ ആട്ടിയോടിക്കുന്നത്. നിങ്ങളുടെ കളികളോ തമാശകളോ ഇവിടെ നടക്കൂല, ഇവരെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് മക്കയിൽ നിന്ന് വന്നവരെ ആട്ടിയോടിക്കുകയാണ്. അപ്പൊ എന്തിനാ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചത്? കുടുംബബന്ധം മുറിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, കള്ളു കുടിക്കരുത്, ആക്രമിക്കരുത്, പരസ്പരം പരദൂഷണങ്ങൾ പറയരുത്. ഇതിൻ്റെ പേരിലാണ് മുസ്ലിമീങ്ങളായ ആളുകൾ പരീക്ഷണങ്ങൾ നേരിട്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല അവസാന കാലഘട്ടത്തിൽ ലജ്ജ ആകാശലോകങ്ങളിലേക്ക് പെണ്ണുങ്ങളിൽ നിന്ന് ഹയാഇനെ, ലജ്ജയെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളോട് പറയട്ടെ, അവിഹിത ബന്ധങ്ങളില്ലാതിരിക്കാൻ, കണ്ടവന്റെ കൂടെ പോവാതിരിക്കാൻ, കണ്ടവന്റെ കൂടെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ എത്രയെത്ര ആളുകളാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കല്യാണം കഴിച്ച ആളുകൾ വരെ എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് കല്യാണം കഴിച്ചു പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരു പെണ്ണ്, ഭർത്താവ് ഗൾഫിലാണ്, കണ്ട നാട്ടിലുള്ള അന്യമതസ്ഥനായ ഒരുത്തന്റെ കൂടെ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങി നാട്ടുകാർ പിടിക്കുകയുണ്ടായി. ഇപ്പൊ തൊലാഖിന്റെ ഡിവേഴ്സിന്റെ വക്കിലാണുള്ളത്. ഭർത്താവ് പറഞ്ഞു, എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അപ്പോൾ ക്ഷമിച്ചു, പക്ഷേ ഇനി എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഒരുപാട് ഉസ്താദുമാരുടെ അടുത്തേക്ക്, ഒരുപാട് ഖാദിമാരുടെ സമീപത്തേക്ക് ചെന്നിട്ട് കോംപ്രമൈസിനും പരസ്പരം രഞ്ജിപ്പിനുമുള്ള വർത്തമാനങ്ങളും ചർച്ചകളും നടന്നപ്പോ ഞാൻ ചോദിക്കട്ടെ, വീട് വിട്ടിറങ്ങിയ പെണ്ണിനെ എങ്ങനെയാണ് ഒരു ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുക?
കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ തയ്യാറായ ഒരു പെണ്ണിനെ എങ്ങനെയാണ് ഒരു ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക, എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? ആർക്കൊക്കെ വേണ്ടി സ്വീകരിക്കാം? തൊലാക്ക് ചെല്ലുന്നില്ല, തൽക്കാലം ഡിവേഴ്സ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാതെ ജീവിച്ചാൽ ആ ഭർത്താവിന്റെ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുമോ? ആ ഭർത്താവിന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുമോ? അതുകൊണ്ട് പെണ്ണേ, നിന്റെ ചെറുപ്പത്തിലെ ചുറുചുറുപ്പും നിന്റെ യൗവനവും നിന്നെ വഞ്ചിച്ചു പോകരുത്. ലാ തഗുറന്നകുമുദ്ദുന്യാ കമാ ഗറത്നി വലാ തലഅബന്ന ബികുമുദ്ദുന്യാ കമാ ലഅബ ബി. ഓരോ ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ, ഓരോ ആളുകൾ മരിച്ചു പോകുമ്പോ ആ മയ്യത്തിനെ കാണാൻ വേണ്ടി നമ്മൾ പോവാറുണ്ടല്ലോ. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും മയ്യത്തിനെ കാണാൻ നമ്മൾ പോവാറുണ്ടല്ലോ. അങ്ങനെ മയ്യത്തിനെ കാണാൻ വേണ്ടി നമ്മൾ കടന്നു പോകുമ്പോൾ ആ മയ്യത്ത് നമ്മളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ മയ്യത്ത് നമ്മളോട് പറയുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നില്ല. ഏ മോനെ, ഓ സഹോദര, ലാ തലഅബന്ന ബികുമുദ്ദുന്യാ കമാ ലഅബ ബി. ദുനിയാവ് ഞാൻ ദുനിയാവിൽ കളിച്ചതുപോലെ നീ ഈ ദുനിയാവിൽ കളിച്ചു നടക്കരുത്, ഞാനാകെ പെട്ടുപോയിരിക്കുകയാണെന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വലാ തഗുറന്നകുമുദ്ദുന്യാ കമാ ഗറത് ബി. ഈ ദുനിയാവിനെ വഞ്ചിച്ചതുപോലെ നിങ്ങളും ഈ ദുനിയാവിന്റെ ഭംഗി കണ്ട് വഞ്ചിക്കപ്പെടേണ്ട, യൗവനത്തിന്റെ ചുറുചുറുപ്പ് കണ്ട് വഞ്ചിക്കപ്പെടേണ്ട. ഒരു 25, 28, 30 വയസ്സായി മുഖം ചുളിയാനും ചുക്കിച്ചുളിയാനും തുടങ്ങിയാൽ നിങ്ങളുടെ പിന്നാലെയുണ്ടായിരുന്ന ആളുകൾ, നിങ്ങളുടെ കാമുകന്മാരോ, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചവരോ, നിങ്ങളുടെ കൂടെ കോടതിയിൽ വന്നവരോ, നിങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നവരോ, ഒരാളും നിങ്ങളെ തിരിഞ്ഞു നോക്കാനില്ലാതെ ഏതെങ്കിലും വേശ്യാലയങ്ങളിൽ അഭയം പ്രാപിക്കേണ്ട ദാരുണമായ ദയനീയമായ അവസ്ഥയാണ് പെണ്ണെ. ഈ തോന്നിവാസങ്ങൾക്ക് നിങ്ങളുടെ യൗവനം നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അവസാനം ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട്, ഒരു നല്ല മുസ്ലിമായിട്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് ജീവിച്ചോ, എങ്കിലേ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ ജീവിതത്തിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. പക്ഷെ മാതാപിതാക്കളോട് പറയുന്നത്, ഇങ്ങനെയുള്ള അലവലാദികളായ താന്തോന്നികളായ തോന്നിവാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. അവർക്ക് പഠിപ്പിക്കേണ്ട അതവ് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, അവർക്ക് പഠിപ്പിക്കേണ്ട സംസ്കാരം പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, ചെറുപ്പത്തിലെ അഴിച്ചുവിട്ടത് കൊണ്ടാണ്. ചെറുപ്പത്തിലെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഒരു നിയന്ത്രണമില്ലാതെ, തെറ്റ് ചെയ്യുമ്പോൾ ഉപദേശിക്കാതെ, തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കാതെ, എന്ത് തെറ്റ് ചെയ്താലും മകന്റെ കൂടെ നിന്നിട്ട് അവർക്ക് തിന്മകൾക്ക് പ്രോത്സാഹനം നൽകിയ ഉമ്മമാരെ, ഉപ്പമാരെ, ആ മക്കളാണ് നിങ്ങളെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ തള്ളിപ്പറയുന്നത്. റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് لنجعلهما تحت أقدامنا وليكونا من الأسفلين. നാളെ സ്വർഗ്ഗത്തിലേക്ക് പോവേണ്ട ഉമ്മ, സ്വർഗ്ഗത്തിലേക്ക് പോവേണ്ട ഉപ്പ, രണ്ടുപേരും സ്വർഗ്ഗത്തിലേക്ക് കയറി സ്വർഗ്ഗത്തിലിരിക്കുമ്പോഴാണ് ഡോറ് മുട്ടുന്നത്, ഒരാൾ കടന്നു വരുന്നത്. ആരാണെന്നറിയോ? നരകത്തിലേക്ക് മക്കളെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. ഏത് മക്കളെ? അഴിച്ചുവിട്ട മക്കളെ, നിയന്ത്രണ രേഖയില്ലാതെ, നിയന്ത്രണമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കാൻ വിട്ട മക്കളെ, രാത്രി 10 മണിയായിട്ടും വീട്ടിലേക്ക് കയറി വരാത്ത മക്കളെ നിങ്ങൾ ശാസിക്കാറില്ലല്ലോ, അവരുടെ മുന്നിൽ വാതിൽ കുട്ടിയടക്കാറില്ലല്ലോ. അതെന്റെ മകനല്ലേ, മകനൊന്നും ചെയ്യൂലല്ലോ, എൻ്റെ ചെറിയ മോനല്ലേ, എൻ്റെ വലിയ മകനല്ലേ, അവൻ 2 മണി വരെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നാൽ എന്താണ് കുഴപ്പം, അവൻ ക്ലബിൽ ഇരുന്നാൽ എന്താണ് കുഴപ്പം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഉപ്പമാര് ദേഷ്യപ്പെട്ടാൽ കിച്ചണിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഉമ്മമാരെ, നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ തസ്ബീഹ് കാരണം, നിങ്ങളുടെ ഖുർആൻ കാരണം, നിങ്ങളുടെ ഇബാദത്ത് കാരണം നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളാണെങ്കിൽ, ഈ തോന്നിവാസികളായ ഇരുട്ടിന്റെ മറവിൽ കഞ്ചാവിന്റെ അടിമകളായി, പ്രണയത്തിന്റെ, വ്യഭിചാരത്തിന്റെ, അവിഹിത ബന്ധങ്ങളുടെ, പലിശയുടെ, കൊലപാതകങ്ങളുടെ, കൊള്ളയുടെ, കൊള്ളിവെപ്പിന്റെ ആളുകളായി നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറി അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ മക്കൾ അള്ളാഹുവിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. അള്ളാഹുവേ, അള്ളാഹുവേ, ലാ അദ്ഖുലുന്നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എൻ്റെ ഉപ്പ നരകത്തിലേക്ക് പോവാതെ ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല. എൻ്റെ ഉമ്മ നരകത്തിൽ പ്രവേശിക്കാതെ ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് മക്കള് പറയുമ്പോഴാണ് സ്വർഗക്കാരായ മാതാപിതാക്കളെ അള്ളാഹു കൊണ്ടുവരുന്നത്.
എന്തിനാണ് ഉമ്മയെയും ഉപ്പയെയും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അല്ലാഹുവേ റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹുവേ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും കാണിച്ചു താ അല്ലാഹ്. എന്നെ വഴികേടിലേക്ക് നയിച്ച എൻ്റെ ഉപ്പ, എനിക്ക് നന്മ പറഞ്ഞു തരാത്ത എൻ്റെ ഉപ്പ, പഠിക്കുന്ന കാലത്ത് കണ്ടവന്റെ കൂടെ നടന്നതും കണ്ടവന്റെ കൂടെ സഞ്ചരിച്ചതും ഉപ്പാക്ക് പ്രശ്നമായിട്ടില്ല. ഞാൻ ഇങ്ങനെ മൊബൈൽ ഫോണിൽ പകല് നേരം വരെ സംസാരിക്കുന്നതും ഉമ്മാക്ക് പ്രശ്നമായില്ല. ഞാനിവിടെ ചെമ്മാടികളുടെ കൂടെ ജീവിച്ചതും ഉമ്മാക്ക് പ്രശ്നമായില്ല. എന്നെ ഉപദേശിക്കാത്തത് കാരണമല്ലേ എനിക്ക് നരകം ലഭിക്കാനുള്ള കാരണം. അതുകൊണ്ട് എന്നെ ഉപദേശിക്കാതെ ഉമ്മയെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറഞ്ഞ് സ്വർഗക്കാരായ ഉമ്മമാരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നന്മയുടെ പാതയിൽ നീ എത്തിക്കണേ അല്ലാ. ഇനി വേറെ ചില മക്കളുണ്ട്. ആരാണ് ആ മക്കളെന്നറിയോ? ആ മക്കളുടെ കഥകൾ കേൾക്കണോ ഉമ്മമാരെ? ഇവിടെ അച്ചടക്കത്തോടെ മക്കളെ പഠിപ്പിച്ച ഉമ്മമാർ, ദീനീ വിദ്യാഭ്യാസം നൽകിയവർ, അവരെ സാലിഹീങ്ങളാക്കി വളർത്താൻ അധ്വാനിച്ചവർ, ഇൽമ പഠിപ്പിച്ചവർ, നിസ്കാരം നഷ്ടപ്പെടുമ്പോൾ അവരോടൊന്ന് ദേഷ്യപ്പെട്ടവർ, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ഒന്ന് വാതിൽ തള്ളി തുറന്ന് അവരുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ച് സുബഹി നിസ്കരിക്കാൻ നിർബന്ധിച്ചവർ, സിനിമ കണ്ടതിന്റെ പേരിൽ ഒരു മാസക്കാലം പിണങ്ങി നിന്ന് അവർക്ക് ഭക്ഷണം പോലും നൽകാതെ, ക്യാഷ് പോലും നൽകാതെ പിണങ്ങി നിന്ന ഉമ്മമാർ, വൈകി വന്നപ്പോ രാത്രി 10 മണിയായി വീട്ടിലേക്ക് വരാത്തതിന്റെ പേരിൽ കിച്ചണിലെയും അടുക്കളയുടെയും മുൻഭാഗത്തെയും ഡോറുകൾ കൊട്ടിയടച്ച ഉമ്മമാർ, തെറ്റ് ചെയ്തതിന്റെ പേരിൽ, കളവ് പറഞ്ഞതിന്റെ പേരിൽ ശാസിച്ച ഉമ്മമാർ, ഇങ്ങനെയുള്ള ഉമ്മമാർ, ആ ഉമ്മമാർ ഒരു പക്ഷേ അവർക്ക് ഇബാദത്തില്ലാത്തതിന്റെ പേരിൽ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, ഈ ഉമ്മമാര് കാരണം നന്നായ മക്കളുണ്ടല്ലോ, അവര് സ്വർഗത്തിലെത്തുമ്പോഴാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ എൻ്റെ ഉമ്മ എവിടെ, എൻ്റെ ഉപ്പ എവിടെ, എൻ്റെ മാതാപിതാക്കൾ എവിടെ അല്ലാ? അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിന്റെ മാതാപിതാക്കൾ നരകത്തിലാണ് മോനെ. അല്ലോ, എൻ്റെ മാതാപിതാക്കൾ നരകത്തിലോ? എന്നാൽ എനിക്ക് സ്വർഗം വേണ്ട, എൻ്റെ മാതാപിതാക്കളില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്നിറങ്ങിയിട്ട് മാതാപിതാക്കളുടെ കൈയും പിടിച്ച്, നരകക്കാരായ മാതാപിതാക്കളുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളായി ഇവർ മാറുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു അങ്ങനെയുള്ള മക്കളിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. സ്വർഗത്തിന്റെ ദറജ ഇങ്ങനെ അധികരിക്കുകയാണ്, ഖബറിന്റെ പ്രകാശം വർദ്ധിക്കുകയാണ്, ഖബറിങ്ങനെ വീതി കൂടുകയാണ്, ഖബറിങ്ങനെ വിശാലമാവുകയാണ്. സ്വർഗത്തിന്റെ ഓരോ സുഖങ്ങൾ ദൈനംദിനം വർദ്ധിക്കുമ്പോഴാണ് മരിച്ചുപോയ ഉമ്മ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, മരിച്ചുപോയ പിതാവ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയ മഹത്വം ലഭിച്ചത്, എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത്, എങ്ങനെയാണ് ഈ മനോഹരമായ കുപ്പായം എനിക്ക് ധരിച്ചത്, ഈ കിരീടം എനിക്ക് ലഭിച്ചത്, ഈ മനോഹരമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചത്? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഭൂമിയിൽ നിന്റെ സാലിഹീങ്ങളായ മക്കളുണ്ടല്ലോ, ആ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. ഓരോ ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോഴും നിന്റെ ദറജ അധികരിക്കുകയാണ്, ഓരോ പേജ് ഖുർആൻ ഓതുമ്പോഴും നിന്റെ ദറജ അധികരിക്കുകയാണ്, ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിന്റെ ദറജ അധികരിക്കുകയാണ്, ഓരോ സദഖകൾ ചെയ്യുമ്പോഴും നിന്റെ ദറജ അധികരിക്കുകയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാലിഹീങ്ങളായ മക്കളിൽ പെടാനാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പ്രസവിച്ചാൽ ഉടനെ നല്ല പേരിട്ട് കൊടുക്കണേ, പേരിട്ട് കൊടുത്താൽ പിന്നെ പ്രായപൂർത്തി എത്തുന്നത് വരെ സംസ്കാരം പഠിപ്പിക്കണേ. 7 വയസ്സ് വരെ മക്കളോട് കളിക്കേണ്ട സമയമാണ്. 1 മുതൽ 7 വരെ മക്കളോടുകൂടെ കളിക്കേണ്ട സമയമാണത്. മാതാപിതാക്കൾ, മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, മൻ കാന ലഹു സബിയുൻ ഫല്യതസാബല, ഒരാൾക്കൊരു കുട്ടിയുണ്ടായാൽ, ഒരാൾക്കൊരു കുഞ്ഞുണ്ടായാൽ, ഫല്യതസാബല, ആ ഉമ്മയും ഉപ്പയും മക്കളെ പോലെ കുട്ടിയായി അഭിനയിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുട്ടിയെപ്പോലെ അഭിനയിക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? കുട്ടി കളിക്കുമ്പോൾ കുട്ടിയുടെ കൂടെ കൊഞ്ചിക്കുടഞ്ഞ് കളിക്കണം, അവരുടെ കൂടെ നടക്കണം, അവരുടെ കൂടെ ഇഴയണം, അവരുടെ കൂടെ മത്സരിക്കണം, ഓടണം. ഇതൊക്കെ 7 വയസ്സ് വരെ കളിക്കണം കുട്ടികളുടെ കൂടെ.
7 വയസ്സായാലോ 14 വയസ്സുവരെ പ്രായപൂർത്തി എത്തുന്നത് വരെ മക്കൾക്ക് സംസ്കാരവും മതവും പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. 14 കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ ചങ്ങാതിമാരായി ആസ് എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ അവരുടെ കൂടെ രഹസ്യങ്ങളും പരസ്യങ്ങളും പങ്കുവെച്ച് എല്ലാ വിഷയങ്ങളും പങ്കുവെച്ച് ജീവിക്കേണ്ടവരാണ് മക്കളും മാതാപിതാക്കളും. അങ്ങനെ പ്രായപൂർത്തി എത്തിയാലാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. പ്രായപൂർത്തി എത്തി കല്യാണം കഴിച്ചു കൊടുക്കാതെ ഈ മക്കൾ തിന്മയിലേക്ക് പോകുമ്പോ, കണ്ണുകൊണ്ട് ഹറാമ് കാണുമ്പോ, 22കാരനായ ചെറുപ്പക്കാരൻ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് സ്കൂളിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ, 22 വയസ്സായി കല്യാണം കഴിപ്പിക്കാത്തത് കൊണ്ടാണ് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത്, ക്ലബിലിരിക്കുന്നത്, അങ്ങാടിയിൽ പോകുന്നത്, ക്യാമ്പസിന്റെയും കലാലയങ്ങളുടെയും തെരുവോരങ്ങളിലേക്ക് പോകുന്നത്, അതിന്റെ സൈഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഹറാമ് കാണുമ്പോൾ ഓരോ ഹറാമും ഉമ്മയുടെ ഏടിലേക്കാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ ദൗത്യം നിങ്ങളിൽ നിന്നൊഴിവാവാൻ ഈ മക്കളോട് നിങ്ങൾ പറയണം കല്യാണം കഴിക്കാൻ. നിങ്ങൾ പറയാ, മോനെ കല്യാണം കഴിക്കണം, വയസ്സായിട്ടുണ്ട്. പിന്നെ അവർ കഴിച്ചില്ലേ, നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. പിന്നെ അവർ തെറ്റിയത് എങ്ങൾക്കില്ല, അവർക്ക് മാത്രമാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? കല്യാണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അവരോട് പറയാ, എന്നാ പിന്നെ പെണ്ണോക്കല്ലേ, കല്യാണം കഴിക്കല്ലേ. അവർ വേണ്ട ഉമ്മ, കുറച്ച് കഴിയട്ടെ. അല്ല, സമയമായിട്ടുണ്ട്, ഇതെൻ്റെ ബാധ്യതയാണ്, വേഗം കല്യാണം കഴിക്കണം. അല്ലല്ല, എനിക്ക് കുറച്ച് സെറ്റിലാവണം, എനിക്കൊരു സാമ്പത്തികമായിട്ട് ഉഷാറാവണം, നല്ല ജോലി വേണം എന്നൊക്കെ മക്കൾ പറയും. എന്നാൽ പിന്നെ ഞാനും നീയും തമ്മിലുള്ള ഇടപാട് കഴിഞ്ഞു, പിന്നെ നിൻ്റെ ഇഷ്ടമാണ്. ഇത് ഉമ്മമാർ മക്കളോട് പറയണം. എന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. പിന്നെ അവർ തെറ്റിയത് അവർക്ക് മാത്രമാണ്, ഇല്ലെങ്കിൽ അവർക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇതാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരാ, വേഗം കല്യാണം കഴിക്കണം. കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ കല്യാണം കഴിക്കണം. ചെലവ് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. ഉമ്മമാരോട് പറഞ്ഞു, പ്രായപൂർത്തിയായാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരുമിച്ച് കൂടുമ്പോഴാണ് കല്യാണം, ഒരു കുടുംബജീവിതം തുടങ്ങുന്നത്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ومن آياته, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. എന്തെന്നറിയോ? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ നൽകിയത്. ഒരു ആണിനെ ഒരു പെണ്ണിനെ, ഒരു പെണ്ണിനെ ഒരു ആണിനെ നൽകിയത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ പരിചയമില്ലാത്തവർ, ഇന്നലെ വരെ ബന്ധമില്ലാത്തവർ, ഇന്നലെ വരെ കാണാത്തവർ, യാതൊരു പരിചയമില്ല, ഏതോ ഒരു മുക്കുമൂലയിൽ നിന്ന്, പുതിയാപ്പിള ഏതോ ഒരു മുക്കുമൂലയിലാണ്, കാസർഗോഡാണ്, എന്നാൽ പെണ്ണാണെങ്കിലും ഇങ്ങ് കച്ചയിലാണ്. ഏകദേശം 70ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരമുള്ള കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളാണ് ആദ്യമായി എൻ്റെ മുറിയിൽ എൻ്റെ കൂടെ എൻ്റെ കിടപ്പറ പങ്കിടുന്നത്. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കും, ഏത് പെരുമാറ്റമായിരിക്കും, നല്ല സൽസ്വഭാവിയായിരിക്കുമോ, അല്ല ഇങ്ങനെ പീഡിപ്പിക്കുന്ന, അടിക്കുന്ന, മോശമായ തെറി പറയുന്ന ഭർത്താവായിരിക്കുമോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാകും. എന്തോ ഒരു പേടിയായിരിക്കും. ഈ ഒരാഴ്ച മുമ്പാണ് ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചത്. സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു ഭർത്താവുണ്ട്, ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താവ്. എന്താണ് അതിന് മസ്അല, അതിന്റെ ഫത്വ എന്താണ്? ഞാൻ ചോദിച്ചു, എന്താണ് കുഴപ്പമെന്ന്. അപ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞത്, ഭർത്താവ് വല്ലാതെ ഭാര്യയെ പീഡിപ്പിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാ ഭാര്യയ്ക്ക് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സഹിക്കാൻ ഭാര്യ തയ്യാറാണ്, ഇതിനൊന്നും ഭാര്യയ്ക്ക് പരാതിയില്ല. പക്ഷേ ഭാര്യയുടെ മുൻപിൽ ഭർത്താവ് പോൺ വീഡിയോകൾ കാണാണ്, ഭാര്യയോട് പോൺ വീഡിയോ കാണാൻ പറയാണ്, സെക്സ് വീഡിയോകൾ കാണാൻ ഭാര്യയോ നിർബന്ധിക്കുകയാണ് ഭർത്താവ്. ഭാര്യ ഇത് സമ്മതിക്കുന്നില്ല, അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നു, അതിന്റെ പേരിൽ തെറി പറയുന്നു. അതും കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. എന്നാൽ ഇതിനേക്കാളും വലുത് കേൾക്കണോ? അന്യ പുരുഷനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ സ്വന്തം ഭർത്താവ് പ്രേരിപ്പിക്കുകയാണ് ഭാര്യയെ. അവിഹിത ബന്ധത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് ഭാര്യയെ പ്രേരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അവന്റെ ചങ്ങാതിമാരെ കൊണ്ടുവന്ന് കിടപ്പറ പങ്കെടുപ്പിച്ചാൽ ഒരു 10,000 രൂപ, ഒരു 5,000 രൂപ
അവന്റെ പോക്കറ്റിലേക്ക് ലഭിച്ചേക്കാം. അതിനുവേണ്ടി സാമ്പത്തിക താല്പര്യക്ക് വേണ്ടി തന്റെ ഭാര്യയെ പോലും ഒറ്റുകൊടുക്കുന്ന ഭർത്താവാണ്. എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇനി എങ്ങനെയാണ് അയാളുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടത്? അതുപോലെ തന്നെ ഈ പെണ്ണിന്റെ മുന്നിൽ തന്നെ അന്യപെണ്ണുങ്ങളുമായി സംസാരിക്കാനും അന്യപെണ്ണുങ്ങളുമായി ഇടപഴകാനും ശ്രമിക്കുന്ന ഒരു ഭർത്താവ്, ഇത്രയും വൃത്തികെട്ടവനായ നീചനായ ഭർത്താവ്, ഇവനെ ഒന്ന് ത്വലാഖ് ചെല്ലാൻ പറഞ്ഞാൽ ത്വലാഖ് ചെല്ലുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ, എൻ്റെ സഹോദരാ, ഭാര്യമാർക്ക് ആശങ്കയുണ്ട്, ഭാര്യമാർക്ക് വെപ്രാളമുണ്ട്. എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കും? കള്ളുകുടിയനാണോ? സിസർ വലിക്കുന്നവനാണോ? കഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ മാഫിയകളുടെ ആളാണോ? കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളായിരിക്കുമോ? അല്ലാഹുവേ, നിസ്കരിക്കുന്ന ആളായിരിക്കുമോ? സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന ആളായിരിക്കുമോ? 50 പവൻ തരാമെന്ന് പറഞ്ഞു, 49 പവൻ കൊടുത്തു, 1 പവനേ ഇനി കൊടുക്കാനുള്ളൂ. ആ 1 പവന്റെ പേരിൽ പ്രശ്നമാക്കുന്ന ഭർത്താവായിരിക്കുമോ? അല്ലാ എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുകയാണ്, വെപ്രാളപ്പെടുകയാണ്. പക്ഷേ യാതൊരു ബന്ധമില്ലാത്ത 2 പേർ എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞാൽ കാലുകെട്ടി അല്ലെങ്കിൽ കണ്ണുപൊട്ടി എന്ന് പറയുന്നൊരു വാക്ക് നമ്മുടെ നാടുകളിലുണ്ട്. ചെറുപ്പക്കാരോട് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഒന്നും നന്നാവുന്നില്ല, ഞാൻ ഇപ്പൊ ഒന്നും കല്യാണം കഴിക്കൂല, പെണ്ണ് കെട്ടിയവനെ കണ്ണ് പൊട്ടിന്നാ പറയുന്നത് കേട്ടത്, അതുകൊണ്ട് ഇപ്പോഴൊന്നും ഞാൻ കല്യാണം കഴിക്കൂല. പെണ്ണ് കെട്ടിയാൽ പിന്നെ സ്വാതന്ത്ര്യമില്ല, പെണ്ണ് കെട്ടിയാൽ പിന്നെ സ്വസ്ഥത ഉണ്ടാവൂല. ശരിയാണ്. പഴയതുപോലെ ചങ്ങാതിമാരുടെ കൂടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ പറ്റൂല. അപ്പോഴേക്കും പെണ്ണ് ഫോൺ ചെയ്യും. ഇനി പോയില്ലെങ്കിലോ വന്നിട്ട് ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കുന്ന പെണ്ണിന്റെ മുഖം കാണണം. പഠിച്ചോ, അതിനെക്കാളും നല്ലത് ചങ്ങാതിമാരോട് സലാം പറഞ്ഞിട്ട് വീട്ടിലെത്തലാണ്.